ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു ഇയറിങ്ങും പെൻഡൻറ്റുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ 3 റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് പെന്നിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പും കൂടി കൊടുക്കണേണ്. ഇനി ഈ ടൂൾ യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കണേണ്. അപ്പോൾ ഇത് ഞാൻ ഈ വലിയ പെൻഡൻറ്റ് നടുക്കായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കണേ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്നും കൂടി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ റൗണ്ട് ഷേപ്പ് പോകും. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി റൗണ്ട് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല സെറ്റായിട്ടിരിക്കും. അല്ലെങ്കിൽ ഡ്രൈ ആകുമ്പോൾ അതിങ്ങനെ എടുത്ത് പോരും അത്. അപ്പോൾ നമുക്കത് ഒരു പിന്നിൻ്റെ സഹായത്തോടു കൂടി നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതൊരു പെന്നിൻ്റെ ബാക്ക് സൈഡ് ഞാനൊരു പെറ്റൽ ഷേപ്പിലാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ നമുക്കൊരു പെറ്റൽ ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കാം. സൈഡിൽ ഫുള്ള് ഇതുപോലെ റൗണ്ടായിട്ട് ഞാൻ പെറ്റൽ ഷേപ്പ് കൊടുക്കണേണ്. അപ്പോൾ എൻ്റെ കുക്കി കട്ടറിൻ്റെ സൈഡ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു വി ഷേപ്പ് പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നൈഫ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ 2 പെറ്റൽസിൻ്റെ നടുക്കായിട്ട് അതുപോലെ ഒരു വി ഷേപ്പ് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ പെറ്റലിൻ്റെയും താഴെയായിട്ട് റൗണ്ട് ഷേപ്പ് വരുന്നത് പോലെ ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കണേന്, ചെറിയ ചെറിയ റൗണ്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്കിതിനകത്തേക്ക് ഹാങ്ങിങ് ബീഡ്സ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഹാങ്ങിങ് ബീഡ്സ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഹാങ്ങിങ് ബീഡ്സ് നേരത്തെ തന്നെ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ഹാങ്ങിങ് ബീഡ്സ് ആണ്. അപ്പോൾ അത് നമുക്കിതുപോലെ യൂപ്പിന് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര ഹാങ്ങിങ് ബീഡ്സ് വെക്കുന്നോ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ കുറച്ച് ബീഡ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേ സെയിം ആ പെൻഡൻറ്റ് നടുക്കുള്ള അതേ സെയിം ഡിസൈൻ തന്നെയാണ് ഇയറിങ്ങിനും കൊടുക്കുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് സെൻറ്ററായിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് പതുക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി അത് സെൻറ്ററിലേക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് നേരത്തെ യൂസ് ചെയ്ത സെയിം ആ ടൂൾ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണേണ്. ഇത് നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്തും ഹാങ്ങിങ് ബീഡ്സും യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പെൻഡൻറ്റും ഇയറിങ്ങും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.